സംയുക്ത സേനാ മേധാവി ജനറലായ അനിൽ ചൗഹാന്റെ കാലാവധി നീട്ടി. അടുത്ത വർഷം മെയ് 30 വരെയാണ് നീട്ടിയത്. 3 വർഷം കാലാവധി തീരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. മിലിറ്ററി അഫയേഴ്സ് സെക്രട്ടറി പദവിയിലും അനിൽ ചൗഹാൻ തുടരും. വിവരങ്ങളുമായി PR അരവിന്ദ്. അരവിന്ദ്, വിശദാംശങ്ങൾ. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാന്റെ കാലാവധിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നത്. അടുത്ത വർഷം മെയ് 30 വരെയാണ് ഇപ്പോൾ കാലാവധി നീട്ടിവെച്ച് നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ സെപ്റ്റംബർ 30 വരെയായിരുന്നു അനിൽ ചൗഹാന്റെ കാലാവധി ഉണ്ടായിരുന്നത്. 2022 സെപ്റ്റംബർ 30-നാണ് സംയുക്ത സൈനിക മേധാവിയായി ചുമതലയെടുക്കുന്നത്. 3 വർഷമാണ് സംയുക്ത മേധാവിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. എന്തായാലും ഈ കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മിലിറ്ററി അഫയേഴ്സ് സെക്രട്ടറി പദവിയിലും അനിൽ ചൗഹാൻ തുടരുമെന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള നിർണായക സൈനിക ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് അനിൽ ചൗഹാൻ എന്ന് പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടാണ് കാലാവധി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നത്. ശരി, PR അരവിന്ദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.